ജാർഖണ്ഡിലെ ഭരണം ആടിയുലയുകയാണ്. ഹേമന്ത് സോറൻ വിളിച്ചു ചേർത്ത എം.എൽ.എമാരുടെ യോഗത്തിൽ 5 എം.എൽ.എമാർ വിട്ടുനിന്നിരിക്കുന്നു. ഇവർ ഏത് പാർട്ടിയിൽ പെടുന്നവരാണ് എന്നുള്ള വ്യക്തതയില്ല. 48 പേരാണ് ഹേമന്ത് സോറന് പിന്നിലുള്ളത്. അത് JMM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, മറ്റു ചെറു കക്ഷികളുമുണ്ട്. ഏതായാലും 5 എം.എൽ.എമാർ വിട്ടുനിന്നിരിക്കുന്നു. ഹേമന്ത് സോറൻ അറസ്റ്റിലേക്ക് പോകുമെന്നുള്ള കഴിഞ്ഞ ദിവസം ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്ത ചെയ്തിരുന്നു. 6 തവണ ED നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാത്ത ഹേമന്ത് സോറൻ അറസ്റ്റിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. ഇന്നലെ ഹേമന്ത് സോറൻ വിളിച്ചു ചേർത്ത യോഗം, എം.എൽ.എമാരുടെ യോഗത്തിൽ വെച്ച് കൽപ്പന സോറനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാനായിരുന്നു ഇന്നലെ യോഗം വിളിച്ചത്. പക്ഷേ അതിൽ 5 എം.എൽ.എമാർ പങ്കെടുക്കാതിരുന്നതോടുകൂടി ഹേമന്ത് സോറൻ അപകടം മണത്തിട്ടുണ്ട്. ഏതായാലും അറസ്റ്റിന് മുമ്പ് തന്നെ ഭരണം തകിടം മറിയുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം മറുഭാഗത്ത് BJP അടക്കമുള്ള പാർട്ടികൾ നിൽക്കുന്നു. ഒരുപക്ഷെ ഇതിലെ എം.എൽ.എമാരെ അടർത്തിയെടുത്തുകൊണ്ട് ജാർഖണ്ഡിലെ ഭരണം BJP പിടിച്ചുകൂടായികയില്ല. ഏതായാലും കൽപ്പന സോറൻ മുഖ്യമന്ത്രിയായി വരുന്നതിനോട് സോറന്റെ പാർട്ടിയായ JMM-നകത്ത് പോലും വലിയ എതിർപ്പ് നേരിടുന്നുണ്ട്. അറസ്റ്റിന് മുൻപേ ഭരണം പോയേക്കാൻ. ന്യൂസ് ഇന്ത്യ മലയാളം.